കൂടുതൽ അറിയാം. മാഷെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായോ? മനസ്സിലാവാത്തവരൊക്കെ ഉണ്ട്, ചോദിക്കണത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ആ പഴയ ജോർജ് മാഷ് എന്നല്ല ഞാൻ, ഒരു ശുദ്ധ ഭാവം. ഇപ്പം ഒരു തല്ലുമില്ല ബഹളവും ഇല്ലാതെ കണ്ട് ശുദ്ധമായിട്ടിരിക്കുന്ന ഒരു മാഷ്. 81 വയസ്സായി. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അടുക്കളപ്പണിയാണ്. അടുക്കളപ്പണി കുറേശ്ശൊക്കെ ചെയ്താലും ജീവിക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കാണ് ജാംസോയി. ഭാര്യ മരിച്ചിട്ട് 8.5 കൊല്ലമായി. പിന്നെ പെൺകുട്ടികളാണ്, 3 പേരും സുഖമായിട്ടിരിക്കണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണ്. സന്തോഷവാനാ. ഭാര്യ മരിച്ചപ്പോൾ ഉള്ള ദുഃഖമുണ്ട്, എന്നിരുന്നാലും സന്തോഷവാനായിട്ടിരിക്കണ്. നിങ്ങളെ തല്ലിയാലൊക്കെ എനിക്കൊരു പൊടി വിഷമൊക്കെ ഉണ്ട് കേട്ടോ. പോന്നപ്പോൾ എൻ്റെ മരുമക്കൾ പറഞ്ഞേ, സൂക്ഷിച്ചോളൂ, വല്ലവരും കല്ലെടുത്തറിയാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല, എല്ലാവരും നല്ല മനസ്സുള്ളവരാണ്. അന്ന് തല്ലിയതിൻ്റെ കാരണം പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ. വിഷമമൊന്നുമില്ല എല്ലാവർക്കും. അധികമൊന്നും ഇടണില്ല. നിങ്ങളോട് എനിക്ക് വന്ന് കണ്ടതിൽ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ 31 കൊല്ലം കണ്ടായി നിങ്ങളെ കണ്ടിട്ട്. ഇപ്പം കാണുമ്പോൾ ഒരാളെ പോലും എനിക്ക് മനസ്സിലാവില്ല. പിന്നെ എൻ്റെ ഒരു കഴിവേടുണ്ട്. കഴിവേടെന്ന് പറഞ്ഞാൽ പേരുകൾ പഠിക്കാൻ ഞാൻ വളരെ മോശമാണ്. അന്ന് ക്ലാസ്സിലുള്ള ഒരു കുട്ടികളുടെയും പേരറിയില്ല, എൻ്റെ മക്കളുടെ ഒഴിച്ച്. പിന്നെ തല്ല് ഒട്ടുമിക്കവർക്ക് കിട്ടി കാണും. അത് നിരപിടിച്ച് അങ്ങനെ ഉണ്ടായി. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ഒരു ക്ഷമയൊക്കെ ചോദിച്ചെങ്കിലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.